ഇതാണ് മീൻ. ഓടാ മോൻ, ഒരു മനുഷ്യന്റെ കജ്ജമ്മ തടയണം. ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ചായയൊക്കെ കുറിച്ച് 9:25 രാവിലെ ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. മുടിയൊക്കെ ഓക്കെ അല്ലേ? ക്യാമറയൊക്കെ നോക്കുമ്പോഴേക്ക് പാടില്ലേ. ആണ് രാവിലെ നേരത്തെ നീച്ച് കുളിച്ച് മുടി ചെയ്യാനുള്ള പ്രശ്നം. പിന്നെ അത് മാത്രമല്ല, ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വള്ളി കയറി വരുമെന്നുള്ളത് അതും അറിയില്ല. നോക്കാം. അടിപൊളി. 9:35 നമ്മൾ ലൈനിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 10:20 ആവാറായിട്ടുണ്ട്. നമുക്കിപ്പോഴാണ് ഒരു കൈനീട്ടം കിട്ടുന്നത്. 30 രൂപയാണ് കിട്ടിയത്. പൊതുവെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ചകളൊക്കെ കല്യാണം അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ വേണം, പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ ഇറങ്ങും. പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയങ്ങളിലേക്കൊക്കെ ആയിരിക്കും. അത് എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളെ റേസേ നാട്ടിക്ക് പോവാ, നമുക്ക് വേറെ ആരൊക്കെ ഉണ്ട്, നമുക്കൊരു സ്ഥലം വരെ പോവാം. മീൻപിടുത്തം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കട്ടെ. അവനായതുകൊണ്ട് അവൻ മീൻപിടുത്തത്തിലാണ് അവന്റെ എല്ലാ പരിപാടികളും ഉള്ളത്. മീൻപിടുത്തത്തിന്റെ ഒരു വലിയ താല്പര്യക്കാരനാണ്. അതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യും, അത് വേറെ. പക്ഷെ എന്തായാലും ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 10:25 ആയിട്ടുണ്ട്. അതെ, നാട്ടിലെത്തിയാണ്. വണ്ടി സ്റ്റാർട്ടാക്കാം. മാങ്ങ എല്ലാവരും ഉണ്ട് വണ്ടീൻ്റെ ബാക്കൂടെ ചുറ്റും. ഞാൻ ക്യാമറ കൊണ്ട് ഇറങ്ങില്ല. അടിപൊളി ടേസ്റ്റുള്ള മാങ്ങയാണ്. വാവ്, കണ്ടാണ് വിഷക്കുമ്പോൾ തിന്നാം. അപ്പൊ ഞങ്ങള് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങാന്ന് പറഞ്ഞാല് ഇത് നെൽമ്പൂർ റോഡാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 12 കിലോമീറ്ററോളം പോകണം. 12 കിലോമീറ്റർ അകലെയുള്ള ഒരു തോട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ പിടിക്കണമെന്നില്ല, അവർ പിടിച്ചോളും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോ തോടിന്റെ പാലത്തിൽ നിന്നിട്ടാണ് നമ്മൾ പോരുന്നത്. അപ്പോൾ നമുക്ക് തോടുണ്ട്, പക്ഷെ എന്നാൽ പോലും ഈ ഒരു തോട്ടിൽ ഇതിന് മുമ്പ് ചെക്കന്മാർ പോയി പിടിച്ചാണ്ട് ധാരാളം മീൻ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒന്ന് പോയാക്കാന്ന് പറഞ്ഞ് പോവാണ്. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ഹോട്ടലുണ്ട്. കാരണം ഈ സ്ഥലത്തിന്റെ പേരെന്താ? മേപ്പാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. മേപ്പാടത്തൊക്കെ നമ്മൾ വന്നെ. അപ്പൊ ഈ ഒരു ഹോട്ടലിൽ നമ്മുടെ നാണിയേട്ടൻ സീനിയർ, ഞങ്ങളുടെ മേലുള്ള ആളാണ്. ഓപ്പനോട് പോയിക്കണ പൊറാട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ സമയം എന്ന് പറയുന്നത് 11:11 പട്ടിണിയാവും അല്ലേ? അത് പോയിട്ടതാ ആണോ? പേരറിയാത്ത മാങ്ങയാണ്, പൊടിയുള്ള മാങ്ങയാണ്. ഏതായാലും പൊറോട്ട കജിലുള്ളെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം നമ്മള് ഫുള്ള് വെയിലല്ലാണ്. അവിടെ ഒരു തണലുണ്ടോ? ഫുള്ള് വെയിലാണ്. അപ്പൊ ഞാന് വെയിലുള്ളാക്കാൻ എന്തെങ്കിലുമൊക്കെ കജി കരുതണം. ഈ കാണുന്ന വിശാലമായ ഈ ഒരു പാടത്തിലൂടെ ഒഴുകുന്ന ഒരു തോട്ടിലേക്കാണ്. അല്ലണ്ണ ഇവിടെ അല്ല, ഈ ഒരു തോട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അവിടെ കുറച്ച് കരിമ്പൊക്കെ കണ്ടിട്ട് ആ ഒരു ഭാഗത്തേക്കായിരിക്കും. വണ്ടി ഇവിടെ ഈ തണലെടുത്ത് എത്തിയാലോ? നമ്മളത് ഇവിടെ എത്തിയാലോ ഈ തണലത്ത്? എവിടെ? അവിടെ ഇറക്കല്ലേ? ഓ മൈ ഗോഡ്. അപ്പൊ നമ്മള് പാടത്ത്, ഇതാണ് നമ്മളെ തോട് കേട്ടാ. തോട്ടില് വെള്ളമൊന്നുമില്ല, നമ്മളെ തോടിന്റെ മാതിരി തന്നെ. നമ്മളിതിലെങ്ങനെ പാടത്തേക്ക് ഇറക്കാനുള്ള പരിപാടിയാണ് വണ്ടി. നമ്മളെ വണ്ടി ഓഫ് റോഡൊക്കെ ആയിട്ടൊക്കെ ഞാൻ ഉപയോഗിക്കലുണ്ട് കേട്ടോ. എന്തിനും പറ്റും. ഓട്ടോഷേത് അയവാ ഓട്ടം ഇങ്ങോട്ട് കയറി പോന്നാൽ മതിയായിരുന്നു. വലിയ ഡയലോഗ് അടിച്ചിട്ട്. ഇത് ഫുള്ള് നെല്ല് കൃഷി ചെയ്യുന്ന പാടമാണ്. നമ്മൾ ഒരു പ്രാവശ്യം ചൂണ്ടലിടാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നതാണ്. ഇതാണ് നമ്മൾ സെറ്റപ്പ് ഇട്ടാ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് പാടത്ത് ഇങ്ങനെ. എനിക്ക് ഈ പാടം കണ്ടപ്പോൾ ഒന്ന് ക്യാമ്പ് ചെയ്യാൻ തോന്നാം. ഇങ്ങനെ വണ്ടിയൊക്കെ ഇറക്കി ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ലേ ഇതിപ്പോൾ. ഒന്ന് മണ്ണൊന്ന് ഇളക്കി മറിച്ചിട്ടേക്കാണ് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് തയ്യാറാവാം. നമ്മുടെ തോട് എന്ന് പറയുന്നത് എന്താണ്ട് ആ ഒരു കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ പുല്ല് കാണുന്നില്ലേ, ഒരു കരിമ്പ് സൈസ് കരിമ്പാണത്. നായ്ക്കരിമ്പ് എന്ന് പറയാം ഞങ്ങളവിടെ. അപ്പോൾ അതിലാണ് തോട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ തോടുണ്ടായിട്ടും നമ്മുടെ ചെക്കന്മാർ മീൻ പിടിക്കുക എന്ന് പറഞ്ഞവർ ഇവർക്ക് ഇത്രയും വലിയൊരു ഇൻട്രസ്റ്റുള്ള കാര്യം വേറില്ല. ഇവർക്കൊരു ലഹരിയാണത്. ഞാൻ മീനൊന്നും വല്ല പിടിക്കാനൊന്നും പോകാറില്ല. പക്ഷേങ്കിൽ പോവും, മീൻ കിട്ടും. പക്ഷേങ്കിൽ ഞാൻ ഇത്ര കൊണ്ട് ഇൻട്രസ്റ്റഡ് അല്ല. പക്ഷെ എന്നാൽ പോലും ഇവരുടെ കൂടെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്നത്തെ ഈ ഒരു ദിവസം ഇവരുടെ കൂടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കാം നമുക്ക്. എല്ലാവരും പോയിക്കും. ഓട്ടൊക്കെ സ്വീപ്പാക്കിയിട്ടാണ് ഈ പരിപാടി കേട്ടോ. അതുകൊണ്ട് പാടത്തിൻ്റെ നടുക്കാണ് ഈ വരമ്പിലൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ചുറ്റും ഇത്രയും ഏരിയ പാടം ശേഖരം ഉള്ള കാര്യമാണ് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ അവിടെയൊക്കെ വരെ വന്നിട്ട് പോകുന്നല്ലാതെ
2 സൈഡ് പാടശേഖരമാണ്. അപ്പുറത്തല്ല കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തോട്. ഈ തോടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ തോട് ചാലിയാറിലേക്കാണ് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനുകൾ ധാരാളമായിട്ട് ഇതിലുണ്ടാവും. ഇതാണ് തോട്ടിൽ വെള്ളമൊന്നുമില്ല, പിന്നെ എങ്ങനെ മീൻ കിട്ടും എന്നുള്ളതാണ്. എടാ ആ പാലത്തിനൊട്ട് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമെല്ലാം കൊണ്ട് കിട്ടണം നമുക്ക്. വറ്റി വരണ്ട് നമ്മുടെ തോടിൻ്റെ അതേ അവസ്ഥയാണ്. അതായത് പ്രത്യേകിച്ചൊരു ഉറവയോ കാര്യമൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. അതൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം ഒലിച്ച് പോവാം. സംഭവം ശോകമാണ് അവസ്ഥ. കാരണം വെള്ളം വേണമല്ലോ. വെള്ളമില്ലാതെ എങ്ങനെ മീൻ പിടിക്കും? വെള്ളമുള്ള കൊണ്ടും തിരഞ്ഞ് നടക്കുകയാണ്. വണ്ടിയിൽ നിന്ന് നമുക്കിവിടുന്ന് കാണാൻ പറ്റില്ല, അത്രയും ദൂരത്തേക്ക് നമ്മൾ പോകുന്നു. ഓ മൈ ഗോഡ്. ഇവിടെ വേറെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ ധാരാളമായിട്ട് വെള്ളരിയും അതുപോലെ തന്നെ കുമ്പളങ്ങ ആണോ മത്തന് എന്നുള്ളതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. എന്താ അവിടെയൊക്കെ വെള്ളരിയൊക്കെ നല്ല രീതിയിൽ വിളഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല, വള്ളിയിൽ ചവിട്ടും നമ്മൾ. അതുപോലെ തന്നെ വെണ്ടയൊക്കെ ചെയ്തിട്ടുണ്ട്. എണ്ണം പറയതൊക്കെ എടുത്തു, അതൊക്കെ തന്നെ കിട്ടുള്ളൂ. മീൻ പിടുത്തം കിട്ടാൻ സാധ്യതയില്ല. വേറെ ഒന്നുമല്ല, വെള്ളമില്ലല്ലോ. വെള്ളമില്ലാതെ നമ്മളെങ്ങനെ മീൻ പിടിക്കുക? വെള്ളമില്ലാത്തവർക്ക് മീൻ ഉണ്ടാവില്ലല്ലോ. വേണ്ട മത്തന് ഇവിടെ നല്ലൊരു മത്തൻ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതാ ഇവിടെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാ നല്ല അടിപൊളി ഒരു മത്തൻ വിളഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ, മത്തനുണ്ട്. സംഭവം സാരല്ല, കൃഷി ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു ലഭ്യത കുറവുണ്ടാവും. അപ്പം മുള്ളൊന്നല്ലല്ലോ മക്കളെ അവസ്ഥ. ഒരു വാഴത്തോട്ടത്തേക്കാണ് തോന്നി കയറുന്നത്. തോടിതാണ്, തോട്ടിൽ നിന്ന് ഇനി താഴത്തേക്ക് പോയി നോക്കുകയാണ്. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നാലേ നിരുത്സാഹപ്പെട്ടിരിക്കണം എല്ലാവരും. നമ്മളെ വണ്ടി ഒന്നും കാണാനില്ല. നമ്മളെ വണ്ടി എവിടെയാവോ? ഭയങ്കര ഭംഗിയല്ലേ, കാണാൻ രസമുണ്ട്. അതിമനോഹരമുള്ള കാഴ്ച. തപ്പിക്കളി തപ്പ കോര. ആരുടെയോ ഒരു വാഴത്തോട്ടത്തിൽ ഞങ്ങളുണ്ട് കേട്ടാ. അല്ല പഴം പഴുത്തടക്കണ്ടെങ്കിലേ കല്ല് ഇതിലൊക്കെ പുല്ലൊക്കെ വെട്ടി ഉഷാറായിട്ട് കൊണ്ടിറക്കാൻ തോട്ടമാണ്. നല്ല ഇല്ല. ഇതിലൊക്കെ ഉണ്ടല്ലോ അണ്ണാ. ഇങ്ങോട്ടോക്കാ ചേരല്ലേ? ഓ അതടിപൊളി വലിയ സാധനമാണല്ലോ. നല്ല അടിച്ചുപൊളിച്ച മുറിച്ചൻ്റെ പീരിയാണ്. ഇവിടൊക്കെ തേയ്യണ്ട് കെട്ടിട്ട് ഇതൊക്കെ തേക്കിയതാടാ. ഇതാണ്ട് ഇപ്പോൾ നീച്ചു പോയിട്ടുള്ളൂ. ചളിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് പന്നികൾ വന്നിട്ടുണ്ടാക്കാം. ഏതായാലും പന്നി, രാജവമ്പാല, അണലി തുടങ്ങിയ വൻകിട ശക്തികളോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊരു പാടത്തുകൂടെ പറമ്പുകൂടെ നടക്കുകയാണ്. തോട്ടിൽ വെള്ളമുണ്ടോ എന്ന് നോക്കിയിട്ട് ഉണ്ടോ. അപ്പോൾ ഇതിലേക്ക് ഉണ്ട് ഈ ചെളി ഇറച്ചിക്കണം. ഇതൊക്കെ പന്നികൾ ഇതിൽ പാവണതാണ്. കണ്ണം പറയാ ഒരു നിഗൂഢ സ്ഥലത്ത് കൂടെ ഒരു വീഡിയോ, അല്ലാതെ മീൻ പിടിക്കുന്ന വീഡിയോ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ശരിയാണ്. മോനെ ഇതൊക്കെ ഏരിയയാണ്, വളരെ വിജനമായി കിടക്കുന്ന ഏരിയയാണ്. തോടാണിത്. പക്ഷേങ്കിൽ ഇവിടെ ഒരു പൂവുണ്ട്, കാലിലോട്ട് കൊത്തുണ്ട്. ഒരു സൈസ് പൂവുണ്ട്, ഒരു നീലല്ല ഒരു വയലറ്റ് കളറിന്. എന്താ നല്ല ഭംഗിയാണ് കാണാനൊക്കെ കണ്ടിട്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് ചാടി കിടക്കണ്ടേ. ഏതോ വലിയൊരു മരത്തിൻ്റെ നീലപ്പൂ. പാമ്പുകൾക്കൊക്കെ സുഖസുന്ദരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സ്ഥലം തന്നെ. നാച്ചുറലായിട്ടുള്ള ഏരിയയിലാണ്. ചെങ്ങന്മാരെ ഞങ്ങളിപ്പോഴും തോട്ടുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെള്ളമുള്ള ഒന്നുകൊണ്ട് കൊണ്ടുപോയി കണ്ടു. അപ്പോൾ ഞങ്ങളുടെ എണ്ണം കൂടി കേട്ടോ. നമ്മുടെ 2 അക്കന്മാർ ബൈക്കിനാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ 1, 2, 3, 4, 5 ഞാനടക്കം 6 ആളായിട്ടുണ്ട്. ഇതിലൊക്കെ കൂന്നിട്ടിട്ടൊക്കെ വേണം നമ്മൾ പോവുക. ഓക്കെ. അപ്പോൾ ഇതിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ പാമ്പ് ഭയങ്കര സീനാണ്. ഞങ്ങൾ വന്നൊരു വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു വാഴത്തോട്ടത്ത് കയറിയാണ്. മൈ ഗോഡ് വയസ്സ് പറയും. അടക്കച്ച് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയൊക്കെ വീണ്ടും പൊക്കോണ്ടിരിക്കുക തന്നെയാണ്. ഇവിടെ തോട് ഒരുപാട് താഴെയാണ്. ഞാൻ അവിടെ നിന്ന് മേലേക്ക് കയറിയതാ. സത്യം പറയാൻ കുഴങ്ങി. ഇങ്ങനത്തെ ഒരു മീൻ പിടുത്തം ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും. പൂപ്പാടായി. അതെ നമ്മൾ ഫുഡ് കരുതിയോണ്ട് വലിയ വിഷയമല്ല. മീൻ കിട്ടിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനും കൂടി. അതെ. ഇതാണെങ്കിൽ ഇതിലൊരു സൈസ് മുള്ളുണ്ട്. ഇതിപ്പോൾ മുള്ളുമരമാണ്, ഒരു മുള്ളുവള്ളി. അത് ഭയങ്കര ഡേഞ്ചറാണ്. നേരത്തൊക്കെ തട്ടിക്കഴിഞ്ഞാണല്ലോ നല്ല പണി കിട്ടും. മമ്പാട്ടിൽ കുറുവാ സംഘം ഇറങ്ങി അങ്ങനെ പറഞ്ഞ് പരത്താവോ?
അച്ഛൻ കാണോ നോക്കട്ടെ. ഇവിടെ തന്നെ മിക്കവാറും ഞങ്ങൾ മെയിൻ റോഡും കഴിഞ്ഞ് പുഴയിലേക്ക് എത്തും, ചാലിയാറിലേക്ക് എത്തുട്ടോ. അതുപോലെ ഉണ്ടാവും മമ്പാട് എത്താനായി, മമ്പാട് ടൗൺ എത്താറായി. ശരി, വണ്ടി നിർത്തി വരുന്ന ഏതാണ്ട് നമ്മൾ 2 കിലോമീറ്ററിനടുത്തേക്ക് നടന്നു പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓ, വരുന്നതൊക്കെ നല്ല വൈബ് ഏരിയക്കാണ് അല്ലേ, കൂളിങ് ഏരിയയാണ്. ഉണ്ണിക്കുട്ടാ യാത്രയില്ല ജാതി കുണ്ടുകാണൊക്കെ, ഇതൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്ന കുണ്ടാണ്. എന്നിട്ട് ഇവിടെ നടങ്ങി മേലേക്ക് അങ്ങനെ പോലെ. ഓക്കെ, ഏത് അതായത് ഞാൻ വെള്ളത്തിൽ ഇറങ്ങൂല. ഇത് കണ്ണന്, ഇത് വെള്ളി, പിന്നെ റൈസ്. അവനെ ഞങ്ങൾ വെള്ളിന്ന് വിളിക്കല് കേട്ടോ. ഞാൻ ഇവർ നിൽക്കുന്നിടത്തേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോഴൊക്കെ എന്താ വെച്ചാൽ ഇതിലൊക്കെ ആളുകൾ നടന്നു പോകുന്ന വഴി തന്നെയാണ്. മോനെ മുള്ളുവള്ളികൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ആളുകൾ നടന്നു പോകുന്ന വഴികളാണെന്ന് പറയാം. ഓ, വരലല്ലേ, ആ വലല്ലേ ഒരു. ആ, ഇത് കംപ്ലീറ്റ് വരല കേട്ടോ. പരലും കൊണ്ടൊക്കെ എത്തിക്കണേ. വലുത് പിടിക്കണമെങ്കിൽ ഇത് വന്നവരാ, പെരലെങ്കിൽ പെരല് എന്തേലും ഉണ്ട്. ഉണ്ട് കേട്ടോ, ചാടുണ്ട്. ആ, കയറിക്കണേ. അങ്ങോട്ടെ അല്ലേ, രണ്ട് കോരല്ലേ, നഷ്ടല്ല. ആ മതി. ഒന്നുകൂടി അങ്ങോട്ടേ ആക്കണോ? വേണ്ട, അതിന് മാത്രം ഉണ്ട്. അതാണ് പറഞ്ഞത്, ഓപ്പോസിറ്റ് ഒന്നുകൂടി. ആഹാ, പാരലാണ് ഗതച്ച് കയറുന്നത്. സെറ്റാണ്. ഞാൻ പാൻറ്റൊന്നും കഴിച്ചില്ല. അവരൊക്കെ പാൻറ്റൊക്കെ കഴിച്ച് ഫുൾ പവറായിട്ട് ഇറങ്ങിയതാണ്. അവർ ആ മൈൻഡിൽ നിൽക്കുകയാണ്. ഒരു കിഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ അവന്. ഇല്ല, ഞാൻ ഇറങ്ങണില്ല, വെള്ളത്തിൽ ഇറങ്ങണില്ല കേട്ടോ. ഇത് നമ്മുടെ കൊതുകുവല കൊണ്ടുള്ള ആടാ മോനെ. ഇന്ന് പരൽ റോസ്റ്റ് നന്നാക്കേണ്ട ആവശ്യമില്ല. വത്തൽ തല പൊട്ടിച്ചാൽ മതി അല്ലേ. നമ്മൾ ഈ ഒരു കുണ്ട് മൊത്തത്തിൽ അവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ ഒരു പ്രാവശ്യം ഒരു റൗണ്ട് കോരിയതാണ്. ഇത് 2ാം റൗണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കോരി നോക്കുകയാണ്, ഉണ്ടെങ്കിൽ എടുക്കാന്ന്. പക്ഷേ ഇതിൽ കുറവാണ് കേട്ടോ. വലിയതാണ് അവിടെ എത്തി. കുറേ ഉണ്ടോ? ഒന്നല്ലേ? അല്ല, ആ ഒരു സ്പോട്ടടാ, അവർക്ക് ഗ്യാപ്പാണത്. നല്ല ഗ്യാപ്പ് ഏരിയയിലാണ് അവിടെ നിൽക്കുന്നത് അവർ. അവരെല്ലാവരും ഇപ്പോൾ ആ ഒരു സ്പേസ് നോക്കിയിട്ട് നിൽക്കുകയാണ്. അടിപൊളി അല്ലേ. നേരത്തെ ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു മീൻ ഉണ്ടല്ലോ, അത് കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഒരു ശോകാവസ്ഥയിലാണ് ഞാൻ. കാരണം എനിക്കിത് കിട്ടിയാൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളെ ബക്കറ്റ് ഉണ്ട്, ഞങ്ങൾ 1/2 ബക്കറ്റ് പേരല് ഞാൻ ശരിക്കും കാണിച്ചു തരാം കുറച്ച് കേട്ടെ. പക്ഷെ ഒരു ഇന്നാലും വിടാതെ നോക്കി തന്നെയാണ്. ഏതാ ഓക്കെ കജ്ജമ്മ കയറിയാ? ആവൂ, അമ്മക്ക് ഡമ്മാലേ. ഇജാട് പൊയ്ക്ക കണ്ണ, അവിടെ റേസിന്റെ കജ്ജമ്മ സാധനം കിടക്കണേ. ആഹാ, ചെറുതാ ഇതല്ല, മറ്റേ കിട്ടിയില്ല. ആഹാ, എന്നാലും സന്തോഷമായില്ല നമുക്ക്. ഇത്രയും പരല നമുക്ക് കിട്ടിയില്ല. അതിൽ ഒരു മീനാണത്. പരലിന്റെ മറ വെച്ചോ. ഒരു മഞ്ഞളാട്ടിനെ പിടിച്ചിട്ടുണ്ട്, വെറൈറ്റി. ഒരു മഞ്ഞളാട്ടി പിടിച്ചാണ്. അതെ. ചെങ്ങന്മാരെ ഈ ഒരു ഏരിയ ഞങ്ങൾ വിടുവാണ്. കുറുവാ സംഘം എല്ലാ സാധനങ്ങളും എടുത്ത് ഇതിൻ്റെ ബാക്കിൽ ഒരു മാറാപ്പൊക്കെ കെട്ടി തന്നിട്ടുണ്ട് അവർ. ഇത് ചളിയാകാതെ നടക്കല്ലേ പറഞ്ഞാണ്ട്. അടുത്തത് ഇനിയും താഴത്തേക്ക് പോകണത്. ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് 2 കിലോമീറ്ററിനടുത്തേക്ക് നമ്മൾ പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പോക്കും കൂടി ആകുമ്പോഴേക്ക് 2-2.5-3 കിലോമീറ്റർ റേഞ്ചിക്കൊക്കെ നമ്മളെത്താൻ സാധ്യതയുണ്ട്. വളരെ കുറച്ച് ദൂരം പോകുന്നപ്പോഴേക്ക് ഇവന്മാരെല്ലാവരും ഇവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഇതിൽ പെരലുണ്ടോ മീനുണ്ടോ അവർ ചർച്ചയാണ്. ഇപ്പോൾ വെള്ളമുള്ള കുണ്ടായിരിക്കും. അപ്പോൾ നാട്ടിന് ഈ കുണ്ട് കണ്ടല്ലോ. മാങ്ങന്നോളി, അതിൽ മാങ്ങണ്ട്, മാങ്ങന്നോ. ഇത് കണ്ണം, നാണയട്ടം, പിന്നെ വെള്ളിണ്ണി, റൈസ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാൻ വിഷ്ണു. എന്ത് റൈസാ? ബക്കറ്റിൻ്റെ അപ്പുറം. ഇതാണ് അർത്ഥ. ഇതാണ് ആരല്. ഇത് നേരത്തെ കിട്ടിയ ബ്രാല്. ആരല് എന്ന് പറയുന്ന മീൻ ഇതാണ് കേട്ടോ. ഉണ്ടല്ലേ, ഒരു ചെറിയ ഒരു ഇടത്തരം ആരല്. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ചൂണ്ടുമ്പോൾ കിട്ടുന്ന സാധനമാണ്. അത് കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വലയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നൈസായിട്ടൊന്ന് കോരി മീൻ പരല് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പരല് കിട്ടിയാൽ വലിയ ഇറങ്ങൂലേ.
ആ ചളി ഉണ്ടോ റൈസ? നല്ല ചളിയാലേ. മുജ്ജോ മുജ്ജെങ്കി മുജ്ജ് പോക്ക് കാണാ പോക്ക്. എന്നാ കൂടറാ റൈസേ. അടോ പോയായി പോയാ ആ പോയില്ലേ? അങ്ങനെ പൊറോട്ട വെറുതെ കേട്ടോ കേട്ടോ ഞാൻ പൊടിച്ച പൊടിച്ചോ കണ്ടങ്ങള്. ഇതാണ് റൈസിൻ്റെ ഒക്കെ ഒരു കഴിവ് എന്ന് പറയുന്നത്. പണിയറിയണ ആൾക്കാരെ നമ്മളൊപ്പം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇതൊക്കെ ഇടുക. ഇന്നൊരു ഷെയർ നമുക്ക് ഉണ്ടാവും ചെയ്യും. അതൊന്നും പറ്റൂല. ആരും കഴിഞ്ഞ് വീണ് കിടന്ന കഴിഞ്ഞാണ്. അതൊന്നും ഒരു പൊളിച്ചു നോക്കിയതാണ്. മൂടും തലയൊക്കെ പൊടി ഒന്ന് പൊളിക്കണത് അല്ലേ? ഉണ്ടോ? എങ്ങനെ കൊണ്ടുപോകണം അണ്ണാ? അങ്ങോട്ടേക്കാണ് വരുന്നത്. ഇതൊക്കെ എന്താ വെച്ചാലേ കണ്ടങ്ങള്. മതി 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 കരയൊക്കെ എത്തി. മതി 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 മതി. ഞാനൊന്ന് കാണട്ടെ മീനുകളെ, ഞാനൊന്ന് കാണട്ടെ. ഞങ്ങൾ വെച്ച് പോയതേനി ഇതാണ് മീൻ. ഓടാ മോനെ ഒക്കെ മുയ്യാണ്. വെള്ളം പിടിച്ചോ. എനിക്ക് മീൻ കിട്ടിയില്ലാണ്ട് കാര്യമില്ല. ഒക്കെ പിടിച്ചിട്ടോ. യാ നാനേട്ട നിങ്ങൾ സംഭവട്ടോ. വല്യേട്ടൻ പറഞ്ഞാ വെറുതെ ഇത് ഇഞ്ഞും പൊളിക്കേണ്ടി വരും. ഇത് ഇഞ്ഞും കയറ്റേണ്ടി വരും. എന്റെ ഉണ്ടോക്കാ? എന്റെ ഉണ്ടെങ്കിൽ ഇറങ്ങി പോവും. പൊത്തുണ്ടോ പൊത്തുണ്ടോ? ഞങ്ങടെ കയറ്റിക്കോ. അരുവ് കയറ്റിക്കോ. അവിടെയാണ് മോരടില്ലേ? ഏതടിക്ക്? അങ്ങനെ പുറത്ത് വള്ളത്തിൽ കടിയോ ഇപ്പോ? അവിടുന്ന് കാല് നോക്കിട്ടോ. കാല് നോക്കി ആകണവിടെ. മോനെ മോനെ ഒക്കെ പൊടി ഒക്കെ പൊടി ഒക്കെ ആക്കം പോലെ ആക്കം പോലെ ആക്കം പോലെ ആക്കം പോലെ ആക്കം പോലെ ആക്കം പോലെ മതി. ആക്കം പോലെ മതി. ഒക്കെ മുയിക്കണം. ആയിക്കോട്ടെ. പോയൊക്കെ ഇവിടെ ഒന്നും ഇല്ല. ഞാൻ ഉണ്ട് ഉണ്ടാവേ. വെള്ളമുണ്ട്. പിന്നെ അങ്ങോട്ട് ചപ്പും കുറവാണ്. ആക്കണതാ അവിടെ തന്നെ കണ്ണാന്റെ കജ്ജിന്റെ ചോട്ടിലാക്കണേ. കണ്ടങ്ങൾ ഇതൊക്കെയാണ് മീനാള് കിടക്കണേ. നമ്മൾ വെച്ച് പോയതേനി. അതെ ഇപ്പറങ്ക ഇപ്പാണ് കളി ഓണായത് അല്ലേ? രാലുണ്ടോ? അത് ഇനിയും പൊളിയേണ്ടി വരും കേട്ടോ. അറ്റം വരെ പൊളിയേണ്ടി വരും. ഇല്ലല്ലേ? ഈ അറ്റം വരെ ഇല്ല. പക്ഷെ എന്നാലും മുഷ്കിൽ നെയ്യാണ് അവിടെ വരെ കിട്ടി. കേട്ടോ മതിരാ. ഓക്കെ താങ്ക് യു. വേണ്ടാ നിങ്ങൾ അന്ന് വെച്ചു പോയ കഴിഞ്ഞേ നിന്നുണ്ടോ? ആകെ സീനാട്ടാ. ഇവര് വെള്ളത്തിലും ഞാൻ കരയിലുമാണ്. അതുകൊണ്ട് ഇതിൽ ഒരുപാട് പേര് നടന്നു പോകുന്ന വഴികൾ നമുക്ക് കാണാം. ആളുകളാണോ പന്നിയാണോ അല്ല. ഇതൊക്കെ ഈ വഴി കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. ഇവിടെ നല്ല പിടുത്തം നടക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ കഴിഞ്ഞില്ല. എന്താ അറ്റാക്ക് അറ്റാക്ക് അറ്റാക്ക്. ഏയ് കഴിഞ്ഞിൻ്റെ ഉള്ളിലാണല്ലേ മീനൊക്കെ. ഓ മുയ്യല്ലേ? എടാ അടിപൊളി സാധനാട്ടോ. അത് കേറട്ടെ. ഞാൻ കാണിച്ചു നിങ്ങൾക്ക് ലാസ്റ്റ്. ഞാൻ നിൽക്കണ്ട. നിങ്ങൾ ഇവിടെ ഒന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും. ഇത് കുറെ നീളുണ്ടാ. അത് കുറെ നീളുണ്ട്. നാട്ടാ ഇതാണാ കിട്ടിയ മുയ്യില്ലേ? ഓ മോനെ അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ. കിട്ടിയതിൽ ഏറ്റവും വലുത്. എന്തേ ഞാനൊക്കെ ഒരു വള്ളിനെ സപ്പോർട്ട് മേലോടെ നിക്കണേ. ഓ എൻ്റെ മോനെ
കാലം താന്നിട്ട് ഇത്രയും താവാണ് കാര്യം. ഒരു മനുഷ്യന്റെ കജ്ജുമ്പോ തടയും. ആ ഊറ്റ മോനെ നല്ല ചാട്ട നല്ല സാടേ. ഈ ഒരു കുണ്ട് മുഴുവനായിട്ട് അവിടെ നിന്ന് തപ്പിപ്പോകേണ്ടതാണ്. ഇത് മുഴുവനാക്കുള്ള പരിപാടിയാണ്. അത്രേ ഉള്ളു വെള്ളമുള്ളത്. ഓ കിട്ടില്ലേ? ആ മണിനാഥ മുഴങ്ങട്ടെ. പോയി പോയി പോയി. മിസ് 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 മിസ്. അത് വമ്പ മിസ്സാണ്. അത് വമ്പ മിസ് തന്നെയാ. ഇന്റെ പാൻ്റൊക്കെ ചളിയാക്കിട്ട് ഷർട്ടൊക്കെ ചളിയാക്കി. അയ്യോ ഏലമ്മ പൊട്ടട് വെറുതെ തൊടുന്ന് പോടോ. പൊട്ടയുണ്ട്. പൊളച്ച് ഇവിടെ പൊളച്ച് മരടാണ്. അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോരുമ്പോൾ ഞങ്ങളുടെ ഭക്ഷണം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പൊറാട്ടയാണ്. അതിലേക്ക് കറിയുടെ ഒഴിക്കും അവരിതൊക്കെ തന്നെ. നാട്ടൻ കഴിക്കും. ഇത് നാണേട്ടനാണ് ഇതിൻ്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത്. എല്ലാവരും ചെരുപ്പുണ്ട്. ഇതിൻ്റെ ചെരുപ്പ് അവിടെ ഉണ്ട്. ഉണ്ടെങ്കിൽ പൊട്ടി തെറിച്ച് പോകണം. നമുക്ക് ഇന്നത്തെ വലിയ മീനുകളൊന്നും കിട്ടില്ല കേട്ടോ. ഞങ്ങളാ പറഞ്ഞ പോലെ പൊറാട്ട കഴിച്ചു, വെള്ളം കുടിച്ചു. വെള്ളം കഴിഞ്ഞു, പൊറാട്ട കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഫുഡ് കഴിഞ്ഞു. അപ്പോൾ സമയം കറക്റ്റായിട്ട് ഇതാണ് അവസ്ഥ. 2 മണി, കറക്റ്റ് 2 മണിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കെട്ടിച്ചുള്ളേ ദേവാസുരത്തെ പോലെയാണെന്ന് പറയണേ. അപ്പോൾ ഇവിടെ കെട്ട്. ഇതൊക്കെ ഇത് കർഷകർ വെച്ചേക്കാർ. കർഷക കെട്ട വേസ്റ്റാണ് ഈ വന്ന് കിടക്കണേ. കണ്ട മമ്പാട് ഏതോ ഒരു ഷെഡാണിത്. ഉണ്ടോ? അവരുടെ വേസ്റ്റാണ്. പലകകളും അവരുടെ ബ്ലേഡിൻ്റെ അവശിഷ്ടങ്ങളും ഉണ്ടോ? ഇതൊക്കെ അവരുടെ ബ്ലേഡിൻ്റെ അവശിഷ്ടങ്ങളാണ്. അവർ കട്ട് ചെയ്യുന്ന ബ്ലേഡിൻ്റെ അവശിഷ്ടമാണ്. പ്ലാസ്റ്റിക് കവറ്. ഇവിടെ ഫുള്ളായിട്ട് മരമില്ല് കാര്യങ്ങളൊക്കെയാണ്. അവരുടെ വേസ്റ്റാണ് തോട്ടിലേക്ക് വന്നിട്ടുള്ളത്. കാണാനൊക്കെ അല്ല ഭംഗി അല്ലേ? പക്ഷെ ചെയ്യുന്നത് അത്ര ഭാവിയിലേക്ക് ഭംഗിയുള്ള കാര്യമല്ലാത്തതുകൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2025-2026 മലപ്പുറം വണ്ടൂർ മമ്പാട് ജില്ല മലപ്പുറം ബ്ലോക്ക് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മമ്പാട് വാർഡ് 13ആണത്. ഇവിടെ വന്നിട്ട് നമ്മൾക്കൊരു കുണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കുണ്ട് അത്യാവശ്യം മീൻ അവർ പിടിച്ചു. ഞാനിങ്ങനെ നടന്ന് പോകുന്ന ഗ്യാപ്പിലാണ് പിടിച്ചിട്ടുള്ളത്. നമ്മുടെ മീൻ മുഴുവനായിട്ട് ഈ ഒരു ചാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നില്ല. എന്തൊക്കെയായാലും ഞങ്ങൾ ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ പോന്ന് മുഴുവനായിട്ടും പോന്ന് റിട്ടേൺ നടന്നുകൊണ്ടിരിക്കുക. തളർന്നു. അതായത് 3 മണിക്ക് 5 മിനിറ്റ് റിട്ടേൺ പോകുന്നത് കുറച്ച് ഷോർട്ട് കട്ടിലൂടെയാണ്. റോഡൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് കുഴങ്ങിക്കണം. എല്ലാവരും കുഴങ്ങണം. വണ്ടിയിലാണ് വെള്ളമുള്ളത്. ഇനി വെള്ളം കുടിക്കണമെങ്കിൽ വണ്ടിക്ക് എത്തണം. അതായത് ഞങ്ങൾ യാത്ര തിരിച്ചു. നമ്മുടെ പരിപാടിയൊക്കെ തീർന്ന് നമ്മൾ പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ ചെങ്ങന്മാരെ, ഇതാണ് എൻ്റെ നാട്. എൻ്റെ നാട്ടിൽ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇറക്കി. ഇനി നമ്മുടെ പരിപാടി നൈസായിട്ട് നമുക്ക് അവനാന് വേണ്ട മീനൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോവാം. ഒന്ന് കുളിക്കണം. ഇതാണ് നമുക്ക് ടോട്ടലി കിട്ടിയിട്ടുള്ള മീനുകൾ എന്ന് പറയുന്നത്. ഇത് ഞാട്ടാണ്ട. ഇതാണ് മൊഴി. ഇത് കറുപ്പ്. ഇത് മൊഴി. നമ്മുടെ മീനൊക്കെ ഇവിടെ ചെരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയുള്ള മീൻ. അതിൽ വലിയ ഐറ്റംസൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്കും ഓരോ ഓരിയാക്കി മാറ്റുക എന്നുള്ളതാണ്. കാറ്റടിക്കുന്നത് നമ്മളെ പാലല്ലേ, നല്ല കാറ്റുണ്ടാവും. ഇതാണ് നമ്മളുടെ ഓരി. ഇതിൽ റേസിൻ്റെ പരലും കൂടി നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇതന്നെയാ? ഓക്കെ അല്ലേ? ഓക്കെ. കാരണം കഴിഞ്ഞ് ഞാൻ പോയാലോ? ഒന്ന് കുളിച്ച് ഇതുപോലെ കജ്ജിൽ കൊടുത്ത് നന്നാക്കിയും കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നന്നാക്കിയും കൊടുത്ത് അവിടെ വരാം മിക്കവാറും. നമ്മളുടെ ഫുൾ മീൻ അമ്മയും ആര്യമ്പാടെ നന്നാക്കി കേട്ടോ. ചിന്നു ഇവിടെ നേന്ത്രപ്പായം പറഞ്ഞപ്പോൾ ദീപു മൈസൂർ പായം കൊണ്ടുവന്നു. അല്ലേ കുഴപ്പമില്ല. ഞാനൊക്കെ സംഭവിക്കും. കുട്ടികൾ പോകുമ്പോൾ ഞാനൊക്കെ പണ്ട് കുറേ പോയപ്പോൾ സംഭവിച്ചു. ഞാൻ നൈസായിട്ട് കുറച്ച് ചോറ് മക്കളെ ചോറിന്നിട്ട്
ചോർന്നിട്ട് ഞാൻ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് നൈറ്റാവും, എപ്പോഴാവും ഓരോ സൗകര്യം പോലെ. ഞാൻ നിൽക്കണില്ല, ഞാൻ വീട്ടിലേക്ക് ഓടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ പിന്നെ വരാം. ബൈ.